ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 3:19 മുതൽ 22 വരെ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ അനുശാസനം ലവദോക്യ സഭയ്ക്ക് ഉയിർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്നതാണ് നമ്മൾ വായിച്ച വേദഭാഗം. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ശാസനയും ശിക്ഷണവും കൊടുക്കുന്നു. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ഇത് വേദപുസ്തകത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഉപദേശമാണ്. സദൃശവാക്യങ്ങൾ 3:12 അല്പമാത്ര വ്യത്യാസത്തോടെ ഉദ്ധരിക്കുകയാണ് യോഹന്നാൻ ഇവിടെ ചെയ്യുന്നത്. ബുദ്ധിപൂർവമായ ശാസന തെറ്റിനെ സ്വയം കാണാൻ പ്രാപ്തി നൽകുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിനെ ശാസിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ശമൂൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ. ഇതിന് കോപവും ശകാരവും വിദ്വേഷവും ഒന്നും ആവശ്യമില്ല. അനിഷേധ്യമായ സാൻമാർഗിക പ്രേരണയാണ് ഇതിന് വേണ്ടത്. ആത്മപ്രകാശനത്തിന് അത് വഴിതെളിക്കണം. ശാസനയും ശിക്ഷണവും എന്ന ആശയം വേദപുസ്തകത്തിലുടനീളം വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സദൃശവാക്യം 13-ാം അധ്യായം, 23-ാം അധ്യായത്തിലും 29-ാം അധ്യായം, അതുപോലെ സങ്കീർത്തനം 94, അങ്ങനെ ധാരാളം ഭാഗങ്ങളുണ്ട്. ലവദോക്യ സഭ ക്രിസ്തു വാതിൽക്കൽ നിന്ന് മുട്ടുന്ന സഭ എന്ന ഒരു എടുത്തു പറയുന്ന കാര്യം ഇവിടെ നമ്മൾ വായിച്ചു. 20-ാം വാക്യമാണ്. ക്രിസ്തുവിൻ്റെ സുപ്രസിദ്ധമായ ഒരു ചിത്രമാണ്. പല ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കതകിൻ്റെ മുൻപിൽ ക്രിസ്തു നിന്ന് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ. 2 സ്ഥലത്ത് നിന്ന് ആശയങ്ങൾ കൂട്ടിച്ചേർത്തതാണിത്. ഒന്ന് ലൂക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 36. നാളും നാഴികയും അറിയാകിയാൽ എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുക്കത്തോടെ ഇരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും മത്തായി 24-ാം അധ്യായത്തിലൊക്കെ അടയാളങ്ങൾ കാണുമ്പോൾ ക്രിസ്തു നിൽക്കുന്നു എന്നറിഞ്ഞുകൊള്ളണം. യാക്കോബ് 5-ാം അധ്യായത്തിൽ ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു എന്നറിഞ്ഞ് യോഗ്യമായി ജീവിച്ചു കൊള്ളണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ അത്യാസന്നമായ വരവിനെ പറ്റി പുതിയ നിയമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് കാണുന്നു. വെളിപ്പാട് പുസ്തകം അത് സ്പഷ്ടമായ ഭാഷയിൽ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പായി ലവദോക്യ സഭയോട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ പറഞ്ഞ അർത്ഥം സംഗതമാണ് എങ്കിലും അത് കേവലം അത്യാസന്നമായ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമല്ല. ശലോമോന്റെ ഗീതങ്ങളിൽ വെച്ച് ഏറ്റവും ഹൃദയസ്പർക്കായ ഒരു ഭാഗം ഇവിടെ സ്മരണീയമാണ്. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ തുറക്കുക. ഉത്തമഗീതങ്ങൾ 5-ാം അധ്യായത്തിലാണ്. അപ്പോൾ സ്നേഹവാനായ ക്രിസ്തു ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ക്രിസ്തു മാർഗത്തിൻ്റെ ചില കാതലായ സത്യങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ സംവാദവും അഭ്യർത്ഥനയുമാണ്.
മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തെ യേശു ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തി. ഇത് ക്രിസ്തുമാർഗത്തിൻ്റെ പ്രത്യേകതയാണ്. പാപിയായ മനുഷ്യനെ തേടി പുറപ്പെടുന്ന ദൈവം മറ്റെങ്ങും ഇല്ലെന്ന് മോണ്ടഫോറെ എന്ന യഹൂദ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധനായ ബർണാഡ് 12-ാം നൂറ്റാണ്ടിൽ തൻ്റെ സന്യാസ സമൂഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഉണരുന്നത് രാത്രിയുടെ ഏത് യാമത്തിലായിരുന്നാലും, എത്ര തണുപ്പുള്ള രാത്രിയായിരുന്നാലും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്ന് കാത്തിരിക്കുന്നുണ്ടാവും. തൻ്റെ തിരുമുഖം ദർശിപ്പാൻ നിങ്ങളെ ഉണർത്തുന്നത് മറ്റാരുമല്ല, ആ ദൈവം തന്നെയാണ്. ബെയ്റ്റൻ ഫോൺ ഹഗൻ എന്ന ജർമ്മൻ വൈദ്യശാസ്ത്രജ്ഞൻ ഇത് പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത് കാണുന്നത് ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഗ്രീക്കുകാർക്ക് ദിവസം 3 പ്രധാന ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ലളിതമായ പ്രഭാത ഭക്ഷണം, കുറെ കൂടെ വിപുലമായ ഉച്ചഭക്ഷണം. ഇതിനു വേണ്ടി വീട്ടിൽ പോവുക പതിവില്ലായിരുന്നു. ജോലി സ്ഥലത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് കഴിക്കും. വിപുലമായ അത്താഴം, മുഖ്യ ഭക്ഷണം അവർക്ക് അത്താഴമായിരുന്നു. ധൃതി കൂടാതെ മതി വരുവോളം സാവധാനത്തിൽ ഭവനത്തിൽ സ്വൈരമായിരുന്ന് തൃപ്തി വരുവോളം ഭക്ഷിക്കുന്നത് ഈ സമയത്താണ്. രക്ഷിതാവിനെ സ്വീകരിക്കുന്നവരോട് കൂടെ അകത്ത് പ്രവേശിച്ച് അത്താഴം കഴിപ്പാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. മൂന്നാമത്തെ ഒരു ഭാഗം, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ക്രിസ്തു ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ മനുഷ്യൻ ഹൃദയ കവാടം തുറന്നു കൊടുക്കണം. ക്രിസ്തു ഒരിക്കലും ബലം പ്രയോഗിച്ച് ഹൃദയവാതിൽ തുറക്കുകയില്ല. ഹോൾമാൻ ഹണ്ട് എന്ന ചിത്രകാരൻ വരച്ച ലോകത്തിൻ്റെ വെളിച്ചം എന്ന ലോകപ്രസിദ്ധമായ ചിത്രം ഈ ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യഹൃദയത്തെ കുറിക്കുന്ന ഒരു വാതിൽ, അത് വലിച്ചു തുറക്കാൻ വെളിയിൽ കൈപ്പിടിയില്ല, താക്കോലിട്ട് തുറക്കാനുള്ള മാർഗമില്ല. അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്ന ആ വാതിൽ അകത്ത് നിന്ന് മാത്രമേ തുറക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അകത്ത് നിന്ന് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവിന് ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടത് നമ്മളാണ്. ജയിക്കുന്നവൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ അവകാശം നൽകും. ഞാൻ ജയിക്കുകയും എൻ്റെ പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തതുപോലെ തന്നെ. പൗരസ്ത്യ രാജസിംഹാസനങ്ങൾ കസേര മാതിരിയല്ല, കിടക്ക മാതിരിയായിരുന്നു. ഇങ്ങനെ താഴെ വിരിച്ചിരിക്കുന്ന കിടക്ക. രാജാവിന് ഇഷ്ടമുള്ള ആളിനെ കൂടെ ഇരുത്താൻ സൗകര്യമുണ്ടായിരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് ഓരോ സഭയ്ക്കും ഉള്ള ദൂത് അവസാനിക്കുമ്പോൾ ഈ വാചകത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സഭയ്ക്ക് എഴുതിയ ദൂതിനെ തറപ്പിച്ചു പറയുന്നതായും അതേസമയത്ത് തന്നെ ദൂതിൻ്റെ സാർവത്രിക സാങ്കത്യം സൂചിപ്പിക്കുന്നതായും ഇതിനെ മനസ്സിലാക്കാം. അഥവാ ശ്രവിക്കാൻ മനസ്സുള്ള ഏതൊരു വായനക്കാരനോടും ഈ കത്ത് സംസാരിക്കുന്നു. അങ്ങനെ ശാശ്വതമായ സാർവത്രികമായ ഏത് കാലത്തും സംഗതമായ ദൂതുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 7 സഭകൾക്ക് നൽകുന്നത്. ആദിമസഭകളോട് സംസാരിച്ച ക്രിസ്തു തന്നെയാണ് ഇന്നും ജീവിക്കുകയും ദൂത് നൽകുകയും ചെയ്യുന്നത് എന്ന് നിരന്തരം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയ കവാടത്തിൽ ക്രിസ്തു തട്ടുന്നു. അത് തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ
ആഴ്ചയുടെ അവസാനമായ ശനിയാഴ്ച പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയിൽ അവിടുന്ന് അത്ഭുതകരമായ അടിയങ്ങളെ കാത്ത് സൂക്ഷിച്ചു പരിപാലിച്ചു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു. പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളിൽ അവിടുന്ന് നിരന്തരം മുട്ടുന്നു എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ പ്രഭാതത്തിൽ നൽകിയതിനായി സ്തോത്രം. കർത്താവിനെ ഉള്ളത്തിൽ പ്രതിഷ്ഠിച്ചവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് വഴിയും വാതിലുകളും ഒരുക്കണമേ, ആലോചന നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സംതൃപ്തമായ നാളുകളെ അവിടുന്ന് നൽകണമേ. യേശുമിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.